ഹായ് അസ്സലാമലൈക്കും. താസ്പുഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈദ് സ്പെഷ്യൽ ടൊമാറ്റോ ചിക്കൻ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ ചിക്കൻ കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയിലോട്ട് 8 പച്ചമുളക്, കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് പെരിഞ്ജീരകവും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 4 സ്പൂണ് ടൊമാറ്റോ പേസ്റ്റുമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 4 സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 5-6 ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂണ് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഇതൊന്ന് അരച്ചെടുക്കാം. ഇതാ നമ്മുടെ ടൊമാറ്റോ മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിൽ നല്ലോണം പുരട്ടി കൊടുക്കാം. ഇങ്ങനെ മസാല ഉണ്ടാക്കി ഫ്രൈ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഈ മസാല നല്ലോണം ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. ഒരു 30 മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് മസാല പുരട്ടി കൊടുത്തതിന് ശേഷം. അപ്പം നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പം 30 മിനിറ്റായി. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാൻ വെച്ച് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ കരിവേപ്പില ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റും കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ഈദ് സ്പെഷ്യൽ ടൊമാറ്റോ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി അടുത്തതായിട്ട് പുതിയൊരു വീഡിയോവുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.